കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമിസ്റ്ററിലെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 വെയിറ്റേജിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഉണ്ട് അതിൽ. അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. ദെൻ നെക്സ്റ്റ് നമ്മൾ 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ 3 വെയിറ്റേജിൽ എപ്പോഴും കൂടുതൽ പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. കുറച്ച് മാത്രമേ തിയറി ചോദിക്കാറുള്ളൂ. ആ ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ ക്വസ്റ്റ്യൻ കുറവാണ്. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് സയൻസ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് മാനേജർ. അതിലെന്താ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ റിസർച്ചർ ജോബിൽ കൂടുതലും മാത്തമാറ്റീഷ്യൻസും സ്റ്റാറ്റിസ്റ്റിഷ്യൻസും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. പക്ഷെ അവർക്ക് ആ ഒരു ബിസിനസ് പ്രോബ്ലത്തിനെ കുറിച്ച് അധികം ഐഡിയാസോ അല്ലെങ്കിൽ അവെയർനെസ്സോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വരുന്നതാണ് മാനേജേഴ്സ്. മാനേജേഴ്സിന് എന്തിനെ കുറിച്ച് അറിവുണ്ടാവില്ല? ഈ ഓപ്പറേഷൻ റിസർച്ചിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലക്സ് നേച്ചേഴ്സ്, അതായത് ഡിഫിക്കൾട്ട് നേച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അറിവൊന്നും ആർക്കും ഉണ്ടാവില്ല, അവിടുത്തെ മാനേജേഴ്സിനും ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസിലെ സ്പെഷ്യലിസ്റ്റും മാനേജറും തമ്മിലുള്ള ആ ഒരു ബിഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സയൻസിലെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് കാൽക്കുലേഷൻ. മാനേജ്മെൻറ്റ് സയൻസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, നല്ല പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക ബൈ കൺസിഡറിങ് ഓൾ ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? മെഷീൻസിന് മാത്രമാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ. ദെൻ നെക്സ്റ്റ് വൺ, മണി ആൻഡ് ടൈം കോസ്റ്റ്. അതായത് നമ്മുടെ ഈ ഓപ്പറേഷൻ റിസർച്ചിലെ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് സയൻസിനെ തന്നെയാണ് 2 വെയിറ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സയൻസിനെ തന്നെയാണ് എന്തെന്ന് പറയുക? ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓപ്പറേഷൻ റിസർച്ചിലെ ബേസിക് ഡാറ്റാസ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് ചേഞ്ചസ്, എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൊല്യൂഷൻ ആയിരിക്കില്ല ഫ്യൂച്ചറിലെ സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ആ ഒരു പ്രശ്നവും കോസ്റ്റിൻ്റെ പ്രശ്നവും എന്താണ് മാനേജ്മെൻറ്റ് സയൻസിലെ അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇമോഷണൽ ഫാക്ടേഴ്സ്, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അത് ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റണം? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എന്നാലല്ലേ ആ തീരുമാനം എടുക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. അതായത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. ബട്ട് ഈ ഒരു ഓപ്പറേഷൻ റിസർച്ചിൽ ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ അത് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഈ രണ്ടും ഇപ്പം നമുക്ക് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പേർട്ടും CPM തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ 2 വെയിറ്റേജിലോ 3 വെയിറ്റേജിലായിട്ട് പേർട്ടിനെ കുറിച്ച് പറയാനോ CPMനെ കുറിച്ച് പറയാനോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ചേർത്ത് വെച്ച് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേർട്ട് സ്റ്റാൻഡ്സ് ഫോർ. പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ്. CPM സ്റ്റാൻഡ്സ് ഫോർ, CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ പേർട്ട് എന്ന് പറയുന്നത് ഈവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. ദെൻ തേർഡ് പോയിന്റ്, നമ്മുടെ പേർട്ട് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് പ്രോബബിലിസ്റ്റിക് ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പേർട്ട്. ബട്ട് CPM എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി പേർട്ടിൽ നമ്മൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 ടൈം എസ്റ്റിമേറ്റ്. പേർട്ട് എന്ന് പറയുന്നത് 3 ടൈം എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു. ആ 3 ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ക്ലി, ഇങ്ങനെ 3 എന്താ പറയുക എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പെർട്ട്. ബട്ട് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ സിംഗിൾ ടൈം ടു കംപ്ലീറ്റ്, സിംഗിൾ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
ദെൻ പേർട്ടിൽ റിസോഴ്സസ് ആയിട്ടുള്ള ലേബർ, എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽ ഒക്കെ ലിമിറ്റഡ് ആണ് പേർട്ടിൽ. ബട്ട് CPM-ൽ റിസോഴ്സസ് ഒന്നും ലിമിറ്റഡ് അല്ല. ദെൻ ഈ ഒരു ലാസ്റ്റ് പോയിന്റ്, പേർട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. CPM നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പേർട്ടും CPM-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂയിങ് തിയറി എന്താണെന്നുള്ളത്. ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ എഴുതാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എ ഫ്ലോ ഓഫ് കസ്റ്റമേഴ്സ് ഫ്രം ഫൈനിറ്റ് ഓർ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ടുവേർഡ്സ് ദ സർവീസ് ഫെസിലിറ്റി ഫോം എ ക്യൂ. അതായത് ഒരു ക്യൂ എപ്പോഴാണ് ഉണ്ടാവുക? അതായത് ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഒരു സർവീസ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഫ്ലോ വരുമ്പോഴാണ് അവരുടെ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫൈനിറ്റും ആവാം ഇൻഫിനിറ്റും ആവാം. അപ്പോൾ അതായത് ഒരു സർവീസ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഒരു ക്യൂ ഉണ്ടാകുന്നത്. നിങ്ങൾ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അക്ഷയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ക്യൂ നിൽക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ റേഷൻ കടയിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ എപ്പോഴാണ് ക്യൂ വരിക? നമുക്ക് ആ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലേ ക്യൂ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ക്യൂ വരുന്നത്? അതായത് എല്ലാവർക്കും ഒരേ ടൈമിൽ സർവീസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ ക്യൂ വരിക. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് നമുക്ക് സർവീസ് കൊടുക്കേണ്ടി വരും. അതാണ് എന്തെന്ന് പറയുന്നത്. അപ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്യൂ ഫോം ചെയ്യുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ സർവീസ് ഫെസിലിറ്റി ആൻഡ് കസ്റ്റമർ, വെയിറ്റിംഗ് ടൈം ഈസ് റിക്വയർഡ്. അതായത് ഈ ഒരു ക്യൂയിങ് തിയറിയിൽ കസ്റ്റമറും അവരുടെ സർവീസ് ഫെസിലിറ്റിയും തമ്മിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ഉണ്ടാവണം. അങ്ങനെ ബാലൻസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? വെയിറ്റിംഗ് ടൈം വരും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് പ്രാക്ടിക്കലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ക്യൂവിൽ നമുക്ക് ഇത്ര മണിക്കാണ് നമുക്ക് സർവീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കറക്റ്റ് ടൈമിന് നമ്മൾ എത്തിയില്ല, സർവീസ് തരുന്ന ടൈമിന് കസ്റ്റമർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് തരുന്ന ആൾ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ടൈം വരികയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ വന്നിട്ട് സർവീസ് തരാൻ പറ്റിയിട്ടില്ല, സർവീസ് തരേണ്ട ടൈം വൈകിയെങ്കിൽ അവിടെയും കസ്റ്റമർ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ടൈം വരികയാണ്. ഇൻ ജനറൽ ദ ക്യൂയിങ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 1 or more ക്യൂസ് ആൻഡ് 1 or more സെർവേഴ്സ്. ക്യൂയിങ് സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കും? ഒന്നോ അതിൽ കൂടുതലോ ക്യൂകളോ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ സെർവേഴ്സോ ഓപ്പറേറ്റ്സോ ഒക്കെ ഉണ്ടായിരിക്കും. Depending upon the server status, the incoming customer either wait at the queue or get the turn to be served. അതായത് ആ ഒരു സെർവർ സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഒന്നെങ്കിൽ ആ വരുന്ന കസ്റ്റമേഴ്സിന് അപ്പം തന്നെ സർവീസ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ആ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അവിടുത്തെ സെർവർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്പം തന്നെ എന്ത് കിട്ടും? സർവീസ് കിട്ടും എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ചിന്തിച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ക്യൂയിങ് തിയറിയിൽ പറയുന്നത്. ഇനി ക്യൂയിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ 4 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. 1 ഇൻപുട്ട്, 2 സർവീസ് മെക്കാനിസം, 3 ക്യൂ ഡിസിപ്ലിൻ, ദെൻ 4 കസ്റ്റമർ ബിഹേവിയർ. അതിൽ ഈ കസ്റ്റമർ ബിഹേവിയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 weightage പറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ച് ബിഹേവിയർ ഉണ്ട്, ജോക്കിയിങ്, റെനജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതും കൂടി ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ക്യൂയിങ് തിയറി കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കോവ് അനാലിസിസിനെ കുറിച്ചാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. Then Markov analysis is a method of analyzing the current movement of some variable in order to predict the future movement of that variable. അതായത് ഒരു വേരിയബിളിൻ്റെ കറൻറ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ കറൻറ്റ് മൂവ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചർ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കോവ് അനാലിസിസ് ഫസ്റ്റ് യൂസ് ചെയ്തത് റഷ്യൻ മാത്തമാറ്റീഷ്യൻ ആണ്. എ മാർക്കോവ് ടു പ്രെഡിക്റ്റ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എത്ര ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദിസ് അനാലിസിസ് ഈസ് നോൺ ആസ് മാർക്കോവ് അനാലിസിസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അനാലിസിസിനെ മാർക്കോവ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു മാർക്കോവ് അനാലിസിസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് ദെയർ ബ്രാൻഡ് ലോയാലിറ്റി ആൻഡ് ദെയർ സ്വിച്ചിങ് പാറ്റേൺ ടു അതർ ബ്രാൻഡ്. അതായത് കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അതായത് അവർ സ്ഥിരം ഒരു ബ്രാൻഡ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരൊരു ബ്രാൻഡിൽ നിന്നും മറ്റ് ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടോ, മാറുന്നുണ്ടോ, ഇങ്ങനെയുള്ള കസ്റ്റമറിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ബിഹേവിയർ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ്.
അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ടും ഈ ഒരു മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് റിസീവബിൾസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര മാൻ പവർ റിക്വയർമെൻറ്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ എത്ര മാൻ പവർ ആവശ്യം വരുമെന്ന് ഡിറ്റർമൈൻ ചെയ്യാനും നമ്മൾ മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മാർക്കോവ് പ്രോസസ് ഈസ് ഓൾസോ കോൾഡ് മാർക്കോവ് ചെയിൻ ഓർ മാർക്കോവ് സീക്വൻസ്. മാർക്കോവ് അനാലിസിസ് അല്ലെങ്കിൽ പ്രോസസ്സിനെ നമ്മൾ മാർക്കോവ് ചെയിനോ അല്ലെങ്കിൽ മാർക്കോവ് സീക്വൻസ് എന്നും പറയും. മാർക്കോവ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ്സാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ ഡിസിഷൻ പ്രോബ്ലംസ് ഇൻ വിച്ച് ദ ഒക്യുറൻസ് ഓഫ് എ സ്പെസിഫിക് ഇവൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഒക്യുറൻസ് ഓഫ് ദി ഇവൻറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ടു ദ കറണ്ട് ഇവൻറ്റ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയാം, മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഒരു മാർക്കോവ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിങ്സ് ആണുള്ളത്. ഒന്ന് എ സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ബീയിങ് സ്റ്റഡീഡും ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രാൻസിഷൻ റിലേഷൻഷിപ്പും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കോവ് അനാലിസിസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ 3 വെയിറ്റേജിൽ നമ്മൾ പറഞ്ഞു കൂടുതലും പ്രോബ്ലംസ് ആണ് വരാൻ ചാൻസ് ഉള്ള തിയറീസ് ഇതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് നോക്കാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പാർട്ട് 2 ഒക്കെ അപ്ലോഡ് ചെയ്യാം. എത്ര ലേറ്റ് ആയിട്ടായാലും അപ്ലോഡ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്